അതുകൊണ്ടാണ് നബിതങ്ങൾ ഇത്തരം പുത്തൻവാദികൾ അവരുമായി അടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ നിസ്കാരമോ അവരുടെ ദിക്റോ ഒന്നും കണ്ട് പെട്ടുപോകണ്ട. ഹബീബ് നബിതങ്ങൾ പറയാണ്, മൻ അഹദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിക്ക് ഗുണം ചെയ്തു കൊടുത്താൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, അവന് ഇടം കൊടുത്താൽ, അവന് സ്ഥലം കൊടുത്താൽ, അവന് സഹായം ചെയ്താൽ, പുത്തൻവാദിക്കും അവനെ സഹായിക്കുന്നവനും രണ്ടാൾക്കുമുള്ള ശിക്ഷ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ മഹാന്മാരായ ജനങ്ങളുടെയും ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരു ഫർളോ സുന്നത്തോ ആയ ഒരു അമലും പുത്തൻവാദിയെ സഹായിക്കുന്നവന്റേതോ പുത്തൻവാദിയുടേതോ അല്ലാഹ് കബൂൽ ചെയ്യൂല. എത്ര നിസ്കരിച്ചിട്ടെന്താ, എന്ത് താടി വളർത്തിയിട്ടെന്താ, എന്ത് തലപ്പാവ് വെച്ചിട്ടെന്താ, എന്ത് സദഖ കൊടുത്തിട്ടെന്താ, എന്ത് നോമ്പെടുത്തിട്ടെന്താ, അല്ലാഹ് കബൂൽ ചെയ്യൂല. ഇത് പേരോടിന്റെ വകയല്ല. അതേ സഹീഹുൽ ബുഖാരി, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഒരിക്കലും മുനാഫികളുടെ സർവ്വ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ശിർക്ക് ചെയ്ത മുശ്രിക്കീകളും കാഫിരീങ്ങളുമാക്കി, വിഗ്രഹാരാധകന്മാരാക്കി, അജ്മീറിൽ പോയാൽ അത് പൂജയാണെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കുന്ന കക്ഷികൾ, അവർക്കൊരു സഹായവും ചെയ്തുകൂടാ, അവരോട് ബന്ധപ്പെട്ടുകൂടാ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ മറ്റൊരു സ്ഥലത്ത്, ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, നമ്മളെ ആയത്തുകൾ അനാവശ്യമായി കടന്നു വന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഇത്തരം കക്ഷികളെ കണ്ടാ